ഇന്നത്തെ നമ്മളെ വീഡിയോ കായ്പോളയാണ്. കായ്പോള നമ്മൾ രണ്ട് പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് 1 സ്പൂൺ നെയ്യിനകത്ത് ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ അകത്തേക്ക് ഒരു 4 മുട്ട, 2 പഴത്തിന് 4 മുട്ട പൊട്ടിച്ചിട്ട് അതും അതിലൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ പഴം നല്ല നെയ്യിൻ്റെ അകത്ത് നല്ലോണം വാടി വന്നിട്ടുണ്ടാവും. അത് നമ്മൾ വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ആ പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് മുന്തിരിങ്ങയോ അണ്ടിപ്പരിപ്പോ അല്ലെ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും പിന്നെ കുറച്ച് ഈത്തപ്പഴവും ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഏലക്കായ് പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പഴവും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇട വെക്കുക. എന്നിട്ട് അതിന് ശേഷം അത് തണുത്തതിൻ്റെ ശേഷം നമ്മൾ അടിച്ച് വെച്ച മുട്ട അതിലൊഴിച്ച് മിക്സ് ആക്കുക. ആ സമയത്ത് അതിൻ്റെ അകത്ത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുക. നമുക്കൊന്ന് പൊന്തി വരാനാണ്. ഞാനിപ്പോൾ ഈ സ്പൂണിലിട്ടത് ഒരുപാട് അധികമാണ്, അത്രയൊന്നും വേണ്ട. അത് ഞാൻ കോരുമ്പോൾ അധികമായി പോയതാണ്. കുറച്ചിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ നെയ്യ് തടയി കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ കേക്കെല്ലാം ബേക്ക് ചെയ്യാൻ വെക്കുന്നത് പോലെ ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ പ്ലേറ്റ് താത്ത് വെക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കുക. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 20 മിനിറ്റാണ് എടുത്തത്. ഇതിന് എത്ര സമയം വേണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 20 മിനിറ്റ് ആയിരം തുറന്ന് നോക്കുമ്പോൾ കുത്തി നോക്കുമ്പോൾ ഉള്ളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചു. ലേശം തണുത്തതിൻ്റെ ശേഷം മുറിച്ച് നോക്കി. അപ്പം നന്നായിട്ട് വെന്തിട്ടെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ മുട്ട ഒരുപാട് ചേർക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര ഇതല്ല താല്പര്യമല്ലേനും. പക്ഷേ എന്നോട് ഒരു 2-3 ആൾ പറഞ്ഞിട്ടാണ് ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിന്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി. അധികം സമയമൊന്നും വേണ്ട, സാധനങ്ങളും അധികമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.